ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസന്തം വരവായി. മാഷാ അല്ലാഹ്. ദീദാർ മുസ്തഫാ കോ ആംഗേ तरस रही है, दुश्वार हो गया है उनके बगैर जीना. ദീദാർ മുസ്തഫാക്കോ, മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാൻ ആംഗേ തറസ് രഹി ഹൈ, നമ്മുടെ കണ്ണുകൾ കൊതിച്ചു കൊണ്ടിരിക്കുന്നു, ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, ആ തിരുമുഖം, ആ പൂമുഖം സ്വപ്നത്തിലെങ്കിലും ഞങ്ങൾക്കൊന്ന് കാണിക്കണേ അല്ലാഹ്. ദുശ്വാർ ഹോ ഗയാ ഹേ ഉൻകെ ബഗൈർ ജീനാ. ആ ഹബീബ് ഇല്ലാതെ, ആ ഹബീബിനെ കൂടാതെ, ആ ഹബീബിൻ്റെ അപദാനങ്ങൾ പറയാതെ ദുശ്വാർ ഹേ ഉൻകെ ബഗൈർ ജീൻ, ബഗൈർ ജീന, ജീവിതം തന്നെ വല്ലാത്ത ദുഷ്കരമാവും. ഹബീബിൻ്റെ ആളാവണം. പ്രത്യേകിച്ച് റബീഉൽ അവ്വലൊക്കെ വരുമ്പം ഹബീബിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കണം. എത്ര സ്നേഹമുള്ളവരാ ഹബീബ്. ആ ഹബീബ് നമ്മുടെ നേതാവായതുകൊണ്ട് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് നമുക്ക് ലഭിക്കുക നാളെ ആഖിറത്തിൽ. എന്തെല്ലാം നമുക്ക് വേണ്ടി ചോദിച്ചു വാങ്ങും നമ്മുടെ മുത്തുനബി, നമുക്ക് വേണ്ടി സമരം നടത്തും നമ്മുടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ നമ്മുടെ പ്രതീക്ഷ. ഞമ്മക്ക് വേണ്ടി എത്ര ഓഫറുകളാണ് അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറഞ്ഞത്. കേൾക്കി. عن أبي أمامة الباهلي رضي الله عنه أنه قال سمعت رسول الله صلى الله عليه وسلم. ഈ മഹാനായ റാവി പറയുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ തിരുദൂതരെ കേട്ടു. യഖൂലു, പറയുന്നതായിട്ട് കേട്ടു. എന്താ? വഅദനി റബ്ബി, എൻ്റെ റബ്ബ് എന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്താ വാഗ്ദാനം ചെയ്ത്? അയ്യുദ്ഖിലൽ ജന്നത മിൻ ഉമ്മത്തി 70,000. അയ്യുദ്ഖിലൽ ജന്നത, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ, എന്നോട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് എന്നോട് കരാർ ചെയ്തിരിക്കുന്നു. ആരെ? ആരിൽ നിന്ന്? മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന്. മാഷാ അല്ലാഹ്, എത്ര സ്നേഹത്തോടു കൂടെയാണ് ഈ പാപികളായ ഫാസിക്കുകളായ ഫിസ്കിൻ്റെ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നത്. ഈ ദോഷികളായ ഉമ്മത്തിനെ പറയുന്നത് മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അള്ളാഹു എന്നോട്, എൻ്റെ റബ്ബ് എന്നോട് കരാർ ചെയ്തിരിക്കുന്നു. എത്ര? 70,000, 70,000 ആളുകളെ. മാഷാ. ഒന്നിരിക്കൽ ഇവിടെ 70,000 എന്ന അദദു, സംഖ്യ തന്നെയാണ് ഉദ്ദേശ്യം. അല്ലെങ്കിൽ അവിൽ കസറ, കുറേ ആയിരക്കണക്കിന്. ഏതാണെങ്കിലും അള്ളാഹു അതിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ഇതൊക്കെ നമ്മളെ ഹബീബിനോട് കിട്ടുന്ന, നമ്മളെ നേതാവിനെ കൊണ്ട് കിട്ടുന്ന. കഴിഞ്ഞില്ല. എങ്ങനത്തതായ 70,000 ലാ ഹിസാബ അലൈഹിം വലാ അദാബ. ശിക്ഷയോ, ശിക്ഷയുടെ പേരിൽ അദാബോ ഇല്ലാത്ത 70,000 ആളുകൾ. അവർക്ക് സ്വർഗത്തിലേക്ക് നേരിട്ടങ്ങ് പോവാം. കഴിഞ്ഞോ? ഇല്ല.
ഈ 70,000-ലെ ഓരോ 1000-തോടു കൂടെയും മഅകുല്ലി അൽഫിൻ, അതിലുള്ള ഓരോ 1000-തോടു കൂടെയും 70 അൽഫ, ഓരോ 1000-ൻ്റെ ഒപ്പം 70,000. എത്രയായി? 70,000, 1000 70,000. ഓരോ 70,000-ലെ ഓരോ 1000-ൻ്റെ കൂടെ വേറെ 70,000. അപ്പം 70,000. മാഷാ. കഴിഞ്ഞോ? ഇല്ല. വസലാസു ഹസയാത്തിൻ മിൻ ഹസയാത്തി റബ്ബി, അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ റബ്ബിൻ്റെ 3 വാരലും. റബ്ബിൻ്റെ വാരലാണ്. റബ്ബിൻ്റെ എതും കഫൊന്നുമില്ലല്ലോ. പിന്നെ അള്ളാൻ്റെ ഓഹരിയായിട്ട് ഹബീബിനെ മാനിച്ചിട്ടേ 3 കോരലും സ്വർഗത്ത്. എനിക്ക് എന്ത് വേണം? അണുമണി തൂക്കമെങ്കിലും മരിക്കുന്ന സമയം ഈമാന് വേണം. ആ കോരലെങ്കിലും നമ്മൾ പെടട്ടെ. അതൊക്കെ ആരെ ചൊല്ലിയാ നമുക്ക് കിട്ടുന്നത്? നമ്മളെ നേതാവിനെ ചൊല്ലിയാണ്, ഹബീബിനെ ചൊല്ലിയാണ്. മാഷാ അല്ലാഹ്. ആ ഹബീബിൻ്റെ, ആ കരുണക്കടലായ മുത്ത് ഹബീബിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമായ റബീഉൽ അവ്വൽ വരവായി. സന്തോഷിക്കണം, ആനന്ദിക്കണം, ഹബീബിനെ പറ്റി പഠിക്കുവാൻ ശ്രമിക്കണം. ഹബീബ് പഠിപ്പിച്ച ആ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ കഴിയണം. ഓരോ വർഷത്തിലെ റബീഉൽ അവ്വൽ വരുമ്പോഴും നാം ഈമാനാൽ വർദ്ധിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.